മക്കളെ, അപ്പൊ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ഒക്കെ ആവാനായിട്ടുണ്ട് അല്ലെ, ക്രിസ്മസ് എക്സാം. അപ്പൊ നമ്മൾ 80 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഷോർട്ട് എസ്സേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനും എഴുതാനും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതിലുള്ളതാണ് നമുക്ക് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇവിടെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മാർക്ക് എവിടെ മിസ്സായി പോകാൻ പാടില്ല. കാരണം കറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ 2 മാർക്ക് ഇങ്ങോട്ട് പോരും. അതല്ല നമ്മൾ 8 മാർക്കിന് 6 മാർക്കിനൊക്കെ എഴുതുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു മാർക്ക് പോരുള്ളൂ. അപ്പൊ നമ്മൾ ഈ 2 മാർക്ക് 1 മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എവിടെയും ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, കുറച്ച് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. നമുക്കറിയാലേ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താന്നുള്ളത്. എന്താണ് ഇത് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2, 3, 4 ലൈൻസ് ഒക്കെ ആക്കിയിട്ട് എഴുതാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വന്നിട്ട് ഒന്ന് ബ്രീഫായിട്ട് എഴുതുക. വളരെ ഒരു ലൈനൊന്നും ആക്കി എഴുതണ്ട, എന്നാൽ ഒരുപാട് കൂടെ വേണ്ട, പക്ഷെ കറക്റ്റ് ആയിട്ട് ബ്രീഫ് ചെയ്ത് എഴുതുക അല്ലെ. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബിസിനസിന്റെ ഫണ്ട് റിക്വയർമെന്റ് എന്തൊക്കെയാണ്, എത്ര ഫണ്ടാണ് നമ്മൾ റിക്വയർമെന്റ് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഫണ്ട് എവിടെ നിന്നൊക്കെ ഏതെല്ലാം സോഴ്സസിൽ നിന്ന് നമുക്ക് അക്വയർ ചെയ്യാന്നുള്ള ഒക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാല് ബിസിനസ്സിൽ ഫണ്ട് ആവശ്യമുള്ള ഒരു സമയത്ത് നമുക്ക് ഫണ്ടിന്റെ ഷോർട്ടേജ് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പ്ലാനിങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഫണ്ട് ആസ് ആൻഡ് വെൻ റിക്വയർഡ് നമുക്ക് ആ സമയത്ത് എന്താവും, ഉണ്ടായിരിക്കും. അതല്ല ഫണ്ട് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ബിസിനസിന്റെ ആക്ടിവിറ്റീസ് എന്തായി പോവും, അവിടെ നിന്ന് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കൊരു 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നതിന് എന്ത് ചെയ്യാം, ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ മീനിങ് അറിയാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. മാൻ പവർ പ്ലാനിങ് എന്താന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസ് എത്ര എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രഡിക്റ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. അതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുള്ളതിൽ ഏതായിരിക്കും മാച്ച്, നമുക്കറിയാം ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, നെഗറ്റീവ് പ്രോസസ്, പോസിറ്റീവ് പ്രോസസ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് മാൻ പവർ റിക്വയർമെന്റ്. ഇതിൽ ഏതായിരിക്കും റിക്രൂട്ട്മെന്റിന് മാച്ച് ആവുക? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് പ്രോസസ് ആണ്, നമുക്കറിയാം അല്ലേ. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്രോസസ് ആണ്. മാൻ പവർ പ്ലാനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഫോർകാസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന പ്രോസസ് ആണ് അല്ലെ. സെലക്ഷൻ ഇതിൽ ഏതാണ്, നമുക്കറിയാം റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് പ്രോസസ് ആണെങ്കിൽ സെലക്ഷൻ എന്താണ്, നെഗറ്റീവ് പ്രോസസ് ആണ്. ഇനി റീട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും കൊടുക്കല്ലേ. അപ്പൊ നമ്മൾ എന്താണ്, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റീട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും പുതിയതായിട്ട് വന്ന എംപ്ലോയീസിന് നമുക്ക് റീട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ട്രെയിനിങ് ആണ് കൊടുക്കുക. നമ്മൾ റീട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനായിരിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മാച്ച് ദ ഫോളോയിങ് ചെയ്യുക. കോൺസെപ്റ്റ് അറിയോ നോക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് നോക്കുക. അപ്പുറത്തെ അതിന്റെ ആൻസർ ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാച്ച് ചെയ്യാൻ എന്തായാലും പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു നല്ല ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് 2 ഫീച്ചേഴ്സ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. ആ ഒരു ബ്രാൻഡ് നെയിം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് 2 ഫീച്ചേഴ്സേ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. 2 ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ a brand name should be very short അല്ലെ. ഷോർട്ട് ആയിരിക്കണം. വലിയൊരു കഥ പോലെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പോലെ അല്ലെങ്കിൽ ഒരു സെന്റൻസ് പോലെയുള്ള ബ്രാൻഡ് നെയിം ആൾക്കാരിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, അട്രാക്റ്റീവ് ആയിട്ട് എത്തൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഷുഡ് ബി വെരി ഷോർട്ട് ആയിരിക്കണം അല്ലെ. അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് എന്ത് പറയാം, എ ബ്രാൻഡ് നെയിം ഷുഡ് ബി ഡിസ്റ്റിങ്റ്റീവ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെ. ഒരു ബ്രാൻഡ് നെയിം, അതായത് നമ്മുടെ ബ്രാൻഡ് നെയിമിനെ മറ്റ് ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ്, നമ്മൾ അതിനെ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് നെയിമാണ്. നമ്മളെ ബ്രാൻഡ് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള ബ്രാൻഡ് നെയിമിൽ നിന്നും എന്തായിരിക്കണം, വ്യത്യസ്തമായിട്ട് നിൽക്കണം. ഇപ്പൊ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനോട് നമുക്ക് വേറെ കണക്ഷൻ ഉള്ള ഒരു പേരൊന്നും നമുക്കറിയില്ല. അപ്പൊ ബ്രാൻഡ് നെയിം എന്തായിരിക്കണം, ഷോർട്ട് ആയിരിക്കണം ആൻഡ് ഷുഡ് ബി ഡിസ്റ്റിങ്റ്റീവ്. മറ്റ് ബ്രാൻഡ് നെയിമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടും എന്തായിരിക്കണം, ബ്രാൻഡ് നെയിം ഉണ്ടായിരിക്കണം. ഇനി
നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാനേജ്മെന്റ് ആസ് എ സയൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റിനെ സയൻസ് എന്നറിയപ്പെടുന്നത്? ഗിവ് 2 റീസൺസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 റീസൺസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 റീസൺസ് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി അല്ലെ? നമ്മൾ നല്ല രീതിക്ക് പഠിക്കുന്നതാണ് മാനേജ്മെന്റിനെ നമ്മൾ സയൻസ് എന്ന് വിളിക്കാനുള്ള കാരണങ്ങൾ. നമുക്ക് ആൻസർ നോക്കാം അല്ലെ. മാനേജ്മെന്റ് ഹാസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസിനുള്ളത് പോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആർക്കും ഉണ്ട്? മാനേജ്മെന്റിനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? സയൻസിന്റെ ആ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് മാനേജ്മെന്റ് ഈസ് ഓൾസോ സയൻസ് എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ആഫ്റ്റർ സയന്റിഫിക് എൻക്വയറി, എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ. സയന്റിഫിക് തിയറീസ് ഒക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? നമ്മൾ സയന്റിഫിക് എൻക്വയറി അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷൻ, ഒബ്സർവേഷൻ ഇതൊക്കെ ചെയ്തതിനു ശേഷമാണ് ഓരോ സയന്റിഫിക് തിയറീസും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ ദ സെയിം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സയൻസിന്റെ ഈ 2 ഫീച്ചേഴ്സും നമുക്ക് എന്ത് ചെയ്യാം? മാനേജ്മെന്റിലും ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ അപ്ലിക്കബിൾ ടു ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. നമുക്കറിയാം സയൻസിന്റെ തിയറീസ് അല്ലെങ്കിൽ സയൻസിന്റെ കോൺസെപ്റ്റ് നമ്മൾ ലോകത്ത് ഇവിടെ മാത്രം അപ്ലിക്കബിൾ ആണ്. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ വേറൊരു തിയറിയാണ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയാൽ വേറൊരു തിയറിയാണ്. അങ്ങനെയില്ല. സയൻസിന്റെ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ജനറലി അക്സെപ്റ്റബിൾ ആണ്. എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ സെയിം. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും എല്ലാ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻസിനും എന്ത് ചെയ്യാൻ പറ്റും? മാച്ച് ചെയ്യാൻ പറ്റും, അപ്ലിക്കബിൾ ആവാനും പറ്റും. അതുകൊണ്ട് തന്നെ സയൻസിന്റെ ഈ 3 ഫീച്ചേഴ്സ് നമുക്ക് മാനേജ്മെന്റിൽ കാണുന്നതുകൊണ്ട് മാനേജ്മെന്റിനെ നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെന്റ് ഈസ് ഓൾസോ സയൻസ് എന്ന് പറയാം അല്ലെ. അപ്പൊ മാനേജ്മെന്റ് സയൻസ് എന്ന് പറയപ്പെടാനുള്ള 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാനേജ്മെന്റും ഉള്ളത് കൊണ്ട് തന്നെ മാനേജ്മെന്റും എന്താണെന്ന് പറയാം? സയൻസ് ആണെന്ന് പറയാം. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിവ് 4 എക്സാമ്പിൾസ് ഫോർ കറന്റ് അസെറ്റ്സ്. കറന്റ് അസെറ്റിന്റെ 4 എക്സാമ്പിൾ ചെയ്ത് നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 കറന്റ് അസെറ്റ്സ് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാവുന്നതാണ്. ഇതിലേതായാലും ആൻസർ ആയിട്ടുള്ളത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. മിസ്സിന് അറിയാം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫിക്സഡ് അസറ്റും കറന്റ് അസറ്റുകളും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 4 എക്സാമ്പിൾസ് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. നമുക്ക് ആൻസർ 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അതായത് 2 മാർക്കിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 4 എക്സാമ്പിൾസ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് പേഴ്സണൽ അണ്ടർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഈ താഴെ തന്നിട്ടുള്ള ആൾക്കാരെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റില് ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അതായത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമുക്കറിയാലോ. ടോപ്പ് ലെവൽ മാനേജ്മെന്റില് ആരൊക്കെയാ വരുന്നത്? അതായത് മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ വരും? ലോവർ ലെവൽ മാനേജ്മെന്റിൽ ആരൊക്കെ വരും? ഇതിൽ നമുക്ക് താഴെ കുറെ പേര് തന്നിട്ടുണ്ട്. ഇവരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ക്ലാസിഫൈ ചെയ്താൽ മതി. നോക്കാം. മാർക്കറ്റിംഗ് മാനേജർ ടോപ്പ് ലെവലിലോ മിഡിൽ ലെവലിലോ ലോവർ ലെവലിലോ വരിക? നമുക്കറിയാം അല്ലെ. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഒക്കെ മിഡിൽ ലെവലിലാണ് വരിക. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് മാനേജർ ഏത് ലെവലിൽ വരും? മിഡിൽ ലെവലിലാണ് വരുന്നത്. ഫോർമാൻ എന്ന് പറഞ്ഞാല് സാധാരണ തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ അവരെവിടെ വരും? ലോവർ ലെവൽ മാനേജ്മെന്റിലാണ് വരുന്നത്. സൂപ്പർവൈസേഴ്സ് ഓൾസോ എവിടെ കാണാം? നമുക്ക് ലോവർ ലെവൽ മാനേജ്മെന്റിൽ കാണാൻ വേണ്ടി സാധിക്കും. ജനറൽ മാനേജർ GM അല്ലെ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ ടോപ്പ് ലെവലിലാണ് അവരെന്ത് ചെയ്യുന്നത്? വരുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ചെയർമാൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ടു എ ബിസിനസ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ കാണാനായിട്ട് സാധിക്കും. പേഴ്സണൽ മാനേജർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. പേഴ്സണൽ മാനേജർ എവിടെ വരും? മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ് പേഴ്സണൽ മാനേജറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഈ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ 2 മാർക്കിൻ്റെത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് എന്ത് ചെയ്തതാണ്? സെലക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തതാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. 2 മാർക്കും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എവിടെയും മിസ്സാവാൻ പാടില്ല. നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങളെ ഇനിയും കാണാൻ വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.